പല കാലയളവിൽ സീറ്റ് കിട്ടാതെ പിണങ്ങിപ്പോയ കുറച്ച് മനുഷ്യരെ നമുക്കൊന്ന് ഓർത്തെടുത്താലോ. ആദ്യം ഡോക്ടർ പി സരിൻ. 2021 ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു പി സരിൻ. പിന്നെ പാലക്കാട് MP ആയ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോയപ്പോൾ സരിൻ സീറ്റ് പ്രതീക്ഷിച്ചു. പക്ഷേ നറുക്കു വീണത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അന്ന് പൊട്ടിത്തെറിച്ച് സരിൻ ഇറങ്ങിപ്പോയി. വോട്ട് കച്ചവടം നടത്തുന്നത് കോൺഗ്രസിന്റെ ഉള്ളിൽ എങ്ങനെയാണ് BJPയുമായി ധാരണ എന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പുറത്തു നിൽക്കുകയാണ്. പുതിയ ഇടം എവിടെയാണ് എന്നുള്ളതിന്റെ എന്റെ തീരുമാനവും തീർപ്പും ഞാൻ പറയുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ LDFന്റെ നേതൃത്വത്തോട് എനിക്കൊരിടമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു, കാക്കുന്നു. അന്വേഷിച്ചു, ഉത്തരം കിട്ടി, ഇടതിൽ പോയി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയായി സരിൻ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഡോക്ടർ പി സരിൻ അന്ന് 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. കോൺഗ്രസ് വിട്ടെത്തിയ ഡോക്ടർ പി സരിൻ വീണ്ടും പാലക്കാട് LDF സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഹോട്ടൽ വ്യവസായിയായ NMR റസാഖ് ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ സരിന് സീറ്റില്ല എന്ന കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇനി രണ്ടാമത് അത് KV തോമസ് ആണ്. വർഷങ്ങളുടെ കോൺഗ്രസ് പാരമ്പര്യം വിട്ടാണ് KV തോമസ് CPMലേക്ക് എത്തിയത്. 72ാം വയസ്സിലായിരുന്നു മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന KV തോമസിനെ പ്രായപരിധിയുടെ പേരിൽ കോൺഗ്രസ് മാറ്റി നിർത്തിയത്. കൂടുമാറ്റം അത് വലിയ കോളിളക്കം കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു. ചുവപ്പായാലും പച്ചയായാലും ഷോളാണ്. 3 കളർ കൂടിയാണ് ഷോളാണ്. 2023 CPMലേക്ക് എത്തിയ KV തോമസിനെ ക്യാബിനറ്റ് പദവിയുടെ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി മന്ത്രിസഭ നിയമിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പറയുമ്പോഴും പാർട്ടി പറഞ്ഞാൽ എന്നൊരു ലൂപ്പ് ഹോൾ KV തോമസ് ബാക്കി വെച്ചിരുന്നു. എറണാകുളത്ത് KV തോമസ് കളം പിടിക്കുമെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ പട്ടിക വന്നപ്പോൾ മാഷിന്റെ പേരില്ല. ഇനി മൂന്നാമത്തെ ആൾ അത് KP അനിൽകുമാറാണ്. 2021 സെപ്റ്റംബറിലാണ് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന KP അനിൽകുമാർ കോൺഗ്രസ് വിട്ടത്. ഉടൻ തന്നെ CPMൽ ചേരുകയും ചേർന്നു. 2023 കോഴിക്കോട് KP അനിൽകുമാറിനെ CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി. അനിൽകുമാറിന് കോഴിക്കോട് സീറ്റൊക്കെ ഉണ്ടാകുമെന്ന് കേട്ടിരുന്നു. പക്ഷെ പട്ടിക വന്നപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രന്റെ പ്രചാരണ ചുമതലയിൽ KP അനിൽകുമാർ ഒതുങ്ങുകയാണ്. ഇനി നാലാമതായി PS പ്രശാന്ത് ആണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു PS പ്രശാന്ത്. DCC അധ്യക്ഷൻ പാലോട് രവിയുടെ നേതൃത്വത്തിൽ തന്നെ കാലുവാരിയെന്ന് പരാതി പറഞ്ഞു. ആദ്യം സസ്പെൻഷനായിരുന്നു, പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തായി. ഉടൻ തന്നെ CPMൽ ചേർന്നു. ആദ്യം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. പിന്നെ 2023 പ്രശാന്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിച്ചപ്പോഴും തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പട്ടിക വന്നപ്പോൾ അവിടെ നിന്നും പുറത്ത്. ഇനി ലതിക സുഭാഷ്. ഇന്ദിരാഭവന് മുന്നിൽ തലമൊട്ടയടിച്ച ലതിക സുഭാഷിന്റെ പ്രതിഷേധം നമുക്ക് ഓർമ്മയുണ്ട്. ഇടതിൽ ചേർന്നപ്പോൾ വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ സ്ഥാനമൊക്കെ നൽകി പരിഗണിച്ചിരുന്നു. NCP സംസ്ഥാന ഉപാധ്യക്ഷയായ ലതികയെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം നഗരസഭ തിരുനക്കര വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു. എന്നാൽ 3ാം സ്ഥാനത്താണ് ലതിക ഫിനിഷ് ചെയ്തത്. തദ്ദേശത്തിൽ മത്സരിക്കാൻ വേണ്ടി വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സന്റെ സ്ഥാനം അത് ലതിക സുഭാഷ് രാജിവെക്കുകയും ചെയ്തിരുന്നു. Be there for big moments, even when you're not. Send money home with Remitly.